ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഒരു ചെറിയൊരു ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ശംഖുപുഷ്പം വെച്ചിട്ട് നല്ലൊരു ക്രീം ഉണ്ടാക്കാം. നമ്മൾ പെട്ടെന്ന് പുറത്തൊക്കെ പോയി വരുമ്പോൾ നമ്മുടെ മുഖത്തുള്ള ഒരു കരിവാളിപ്പൊക്കെ പെട്ടെന്ന് പോകാൻ ഈ ഒരു ക്രീം ഉണ്ടാക്കിയിട്ട് ഒരു 20 മിനിറ്റ് നമ്മൾ മുഖത്തിടുക. എന്നിട്ട് കഴുകി കളഞ്ഞാൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിലൊരു 10-12 പൂവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഉണ്ടാവും കേട്ടോ. ആകെ 1 ഗ്ലാസ് വെള്ളമേ ഉള്ളൂ. ആ വെള്ളം ഒന്ന് തിളച്ച് വരണം. അതിലേക്ക് ഞാൻ ഈ പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ട് അടുത്ത പരിപാടി കാണിച്ച് തരാം ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത്. ചിലരിത് രാവിലെ വെറും വയറ്റിൽ രാവിലെ 1 ഗ്ലാസ് വെള്ളത്തിൽ ഇത് തിളപ്പിച്ച് ഒരു പൂവൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച് വെറും വയറ്റിൽ കുടിക്കുന്നുണ്ട് കേട്ടോ. നല്ലതാണെന്നൊക്കെ പറയണ കേൾക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. നല്ല അഭിപ്രായമായിരുന്നു. ഇതിട്ടിട്ട് നല്ല മാറ്റമുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു. ഇത് കണ്ടോ, തിളച്ച് വന്ന് അതിൻ്റെ കളറ് മാറി നല്ലൊരു കളറാവുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു ഇതായി. ആ ഒരു പൂവിൽ നിന്നുമാണ് ഈ ഒരു കളറ് വന്നിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഇത് കണ്ടോ, കോൺഫ്ലവർ പൊടിയാണത്. പിന്നെ വേണ്ടത് അതാണ്. ഈ കോൺഫ്ലവർ പൊടി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഞാനത് ഒരു 4 ടേബിൾ സ്പൂണാണ് കോൺഫ്ലവർ പൊടി എടുത്തിട്ടുള്ളത്. വലിയ ടേബിൾ സ്പൂണിൽ ഈ സ്പൂൺ കൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം അതിനെ നമുക്ക് നന്നായി തിളച്ചത് നമുക്ക് ഒഴിച്ച് വെക്കാം. ഞാനൊരു അരിപ്പ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അടുത്ത പരിപാടി കാണിച്ചു തരാം ഞാൻ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ അധികം പണിയൊന്നുമില്ല, വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ കറ്റാർവാഴയുടെ ജെല്ലും പിന്നെ വിറ്റമിൻ ഇ ക്യാപ്സ്യൂളും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ല, ഞാനൊരു ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഇനിയിപ്പോൾ ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് മാത്രമായാലും ഉപയോഗിക്കാതെ കണ്ടോ നല്ല കളർ. അപ്പോൾ ഒന്ന് ചൂടാറിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടാറി. അപ്പോൾ ഞാൻ വേറൊരു ചട്ടിക്കകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതിനെ അതിലേക്ക് ഇറക്കി വെക്കണം. എന്നിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ. ഇത് കുറുകി വരുന്നുണ്ട്. നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ഇത് ഒരു മാസമൊക്കെ നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. ഈ ക്രീം ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്ന് നന്നായിട്ട് വറ്റി വരണം. ഡയറക്റ്റായിട്ട് നമ്മൾ വെച്ചിട്ട് ഇളക്കാൻ പറ്റില്ല. ഒരു പാത്രം വെച്ച് അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേണം വേറെ പാത്രത്തിൽ ഇത് വെക്കാൻ. അല്ലാതെ ഇത് ചെയ്യരുതേ. അപ്പോൾ ഏകദാണ്ട് കുറുകി വന്നു. ഇനി നമ്മുടെ ക്രീം ആയി തുടങ്ങി. അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൻ്റെ കളറ് തന്നെ മാറിയില്ലേ ഇപ്പോൾ. ഇത് കണ്ടോ, ഇങ്ങനെ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു 10-12 ശംഖുപുഷ്പത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ക്രീം റെഡി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് മുഖം ഒരു 20 മിനിറ്റ് ഇതിട്ട് കഴുകി കളഞ്ഞാൽ നല്ല മാറ്റം നമുക്ക് അറിയാൻ പറ്റും. ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടി. അതാണ് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ച് തരാമെന്ന് വിചാരിച്ചത്. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ഡപ്പിയിൽ ഇത് ഇട്ട് വെക്കാം, ഫ്രിഡ്ജിനകത്ത് വെക്കാം. അപ്പം ഞാനിത് എടുത്ത് ഫാനിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി വെക്കട്ടെ. എന്നാലേ എനിക്ക് ചൂടാറാൻ, എനിക്കിപ്പോൾ തന്നെ ഇടാൻ തോന്നുന്നുണ്ട്. അപ്പം ഞാനിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് പിന്നെ ഇതെടുത്ത് വെക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കമൻറ്റിൽ വിവരം പറയുക. എങ്ങനെയുണ്ടായിരുന്നു യൂസ് ചെയ്തപ്പോൾ എന്നുള്ളത് എല്ലാവരും പറയണം. അപ്പോൾ ഇതെല്ലാവർക്കും നല്ല
യൂസ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും. സിമ്പിളായിട്ടുള്ള ഒരു 10-15 മിനിറ്റ് സമയം പരിപാടിയുള്ളൂ. ക്രീം റെഡി. അധികം ഒരുപാട് സമയമൊന്നും വേണ്ട, കുറച്ച് സമയമേ വേണ്ടൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.